ഫങ്ഷണൽ മെഡിസിൻ ഈ ഒരു പേര് പക്ഷേ നമുക്ക് അത്ര പരിചിതമാവില്ല. കാരണം 1990-കളുടെ തുടക്കത്തിൽ ഒരു പക്ഷേ ലോകം ശ്രദ്ധിക്കപ്പെട്ട ഒരു ചികിത്സാ സമ്പ്രദായം എന്ന് പറയാം ഫങ്ഷണൽ മെഡിസിനെ. അതിൻ്റെ ഒരു പ്രയോക്താവും വക്താവുമായ ഡോക്ടർ പ്രവീൺ എൻ്റെ കൂടെ ഉണ്ട്. പ്രവീൺ ഒരു പക്ഷേ ഇന്ന് നമ്മുടെ നാട്ടിൽ തന്നെ ഒരു വിപ്ലവകരമായ മാറ്റങ്ങൾ ചികിത്സാ സമ്പ്രദായത്തിൽ വിപ്ലവകരമായ മാറ്റം നടത്തുന്നതിന് വേണ്ടി അക്ഷീണം പ്രവർത്തിക്കുന്ന ആളാണ്. അപ്പോൾ തന്നെ ശരിക്കും നല്ലൊരു നമ്മൾ യൂട്യൂബിലൊക്കെ തന്നെ ക്ലാസ്സുകൾ ഒത്തിരി മോട്ടിവേറ്റിംഗ്, ഒത്തിരി പേർക്ക് രോഗവിമുക്തി നൽകാൻ നമ്മുടെ ഡോക്ടർ പ്രവീൺ കഴിച്ചിട്ടുണ്ട്. പ്രവീണ് നമ്മുടെ അടുത്ത സുഹൃത്താണ്, വർഷങ്ങളോളം അടുത്ത ബന്ധവുമുണ്ട്. ഇപ്പോൾ ഞങ്ങളുള്ളത് ഇവിടെ പൂവാറത്തോട് ജാതിക്ക റിസോർട്ടിലാണ്. ഒരു 3 ദിവസമായി ഇവിടെ ഒരു കോൺഫറൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ വളരെ സെലക്റ്റീവായ 40ഓളം ഡോക്ടർമാർ എല്ലാ ചികിത്സാ മേഖലയിലും കഴിവ് തെളിച്ച ഒരു കൂട്ടം ദൃഷ്ടണാശാലികളായ ഫിഷഗ്രോന്മാരാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഹോമിയോപ്പത്തി ഇന്നലെ മുതൽ ഞാൻ ഉണ്ടായിരുന്നു, ഇവിടുത്തെ ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്തു. ശരിക്കും ഒത്തിരി അറിവ് ലഭിച്ചതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു ചികിത്സാ സമ്പ്രദായങ്ങളെക്കുറിച്ച് ഒത്തിരി അപ്ഡേറ്റഡ് ആവാനും നമ്മൾ ഹോമിയോപ്പതിയുടെ ചേർന്ന് നിന്നുകൊണ്ടുള്ള ഒരു സിസ്റ്റമായിട്ട് ഫങ്ഷണൽ മെഡിസിൻ വരുന്നത് അറിയുമ്പോൾ ഒത്തിരി സന്തോഷമാണ്. ഹോമിയോപ്പത്ത് ഏതാണെങ്കിലും രോഗത്തെ ചികിത്സിക്കുക എന്നതിനേക്കാൾ രോഗിയെ കൂടുതൽ അഡ്രസ്സ് ചെയ്യുക എന്ന കൺസെപ്റ്റ് നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു വിപ്ലവകരമായ മാറ്റം ലോകം നടക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളോട് ഇപ്പോൾ ഇക്കാര്യങ്ങൾ സംസാരിക്കുന്നതിന് നമ്മൾ ഡോക്ടർ പ്രവീണുണ്ട്. അത് പ്രവീണിലേക്ക് കിടക്കാം. പ്രവീൺ സാർ പറയൂ, ഫങ്ഷണൽ മെഡിസിൻ ഞങ്ങൾക്ക് അറിയാൻ ഒത്തിരി ആഗ്രഹമുണ്ട്. കുറച്ച് ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞുതരാമോ? അതെ, ഫങ്ഷണൽ മെഡിസിൻ എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ട് റൂട്ട് കോസ് കണ്ടെത്തിയിട്ട് ചികിത്സിക്കുക എന്നുള്ളതാണ് അതിൻ്റെ പ്രധാന ഉദ്ദേശം. ഉദാഹരണത്തിന് ഞാൻ പറയുകയാണ്, നമ്മൾ ഒരു മദ്യപാനി ഒരു ഡോക്ടറിൻ്റെ അടുത്ത് പോവുകയാണെങ്കിലോ അല്ലെങ്കിൽ കൗൺസിലിൻ്റെ അടുത്ത് പോവുകയാണെങ്കിൽ അവർ പറയുന്ന ഉപദേശം എന്താണ്? നിങ്ങൾ മദ്യപാനം നിർത്തുക എന്നുള്ളത്. പക്ഷേ ഈ മദ്യപാനത്തിന് പുറകെ ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക ബാധ്യതകളായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ബന്ധപ്പെട്ട ആരെങ്കിലും മരിച്ചു പോയിട്ടുണ്ടാകാം. അതിനെ അഡ്രസ്സ് ചെയ്യും, അതാണ് റൂട്ട് കോസ്. ഇതൊരു പ്രോക്സിമേറ്റ് കോസ് മാത്രമേ ആവുന്നുള്ളൂ. അപ്പോൾ 2 രീതിയുണ്ട്. ഒന്ന് പ്രോക്സിമേറ്റ് കോസ്, അൾട്ടിമേറ്റ് കോസ് എന്ന് പറയും. അപ്പോൾ ഈ അൾട്ടിമേറ്റ് കോസ് കണ്ടെത്തുക എന്നുള്ളതാണ് ഈ ഫങ്ഷണൽ മെഡിസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. ഉദാഹരണത്തിന് നമ്മൾ പറയും സ്റ്റൊമക്കില് അസിഡിറ്റി, പുളിപ്പ് തികട്ടില്ല എന്ന് പറയും, നെഞ്ചരിച്ചിൽ എന്ന് പറയും. പക്ഷേ ഈ നെഞ്ചരിച്ചിലിന് കാരണം ഈ പുളിപ്പുള്ള ഭക്ഷണം കൊണ്ടല്ല വരുന്നത്. നമ്മുടെ വയറ്റിനുള്ളിലുള്ള ഒരു ബാക്ടീരിയ ഉണ്ട്, H. pylori എന്ന് പറയും, ആമാശയത്തിലുള്ള ബാക്ടീരിയ. അപ്പൊ കണ്ണി കരണ്ട് പോയ വെള്ളം വരുന്നത് പോലെ ഈ ബാക്ടീരിയ ആമാശയത്തിലുള്ളത് കൊണ്ടാണ് ആസിഡ് കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പം ആ ബാക്ടീരിയ എടുക്കുക എന്നുള്ളതാണ് ഫങ്ഷണൽ മെഡിസിന്റെ ലക്ഷ്യം, അല്ലാതെ ആസിഡ് കുറയ്ക്കുക എന്നുള്ളത്. പ്രമേഹത്തിന് പറയുന്ന പേരാണ് ഡയബസിറ്റി എന്ന് പറയും. കാരണം ഡയബസിറ്റി എന്ന് പറഞ്ഞാൽ ഒബേസിറ്റി, അമിതവണ്ണമാണ് പ്രമേഹത്തിന് കാരണം. അപ്പം അമിതവണ്ണം കുറയ്ക്കുന്ന 10% വെയിറ്റ് കുറച്ചാൽ ഷുഗർ പകുതിയായി കുറയും. അല്ലാതെ മരുന്ന് കൊടുക്കുന്നതിനേക്കാളും അതിന്റെ റൂട്ട് കോസ് ആയിട്ടുള്ള ഒബേസിറ്റിയെ ട്രീറ്റ് ചെയ്യുമ്പോൾ ഡയബറ്റിക് പേഷ്യൻസിന് വളരെയധികം മാറ്റങ്ങളുണ്ട്. ഇതേപോലെ എല്ലാ രോഗങ്ങളുടെ പുറകിലും മൂല കാരണങ്ങളുണ്ട്. അത് പ്രാക്ടീസ് ചെയ്യുന്ന ഡോക്ടേഴ്സാണ് ഫങ്ഷണൽ മെഡിസിൻ എന്ന് പറയും. ഞാൻ കേരളത്തിലെ ആദ്യത്തെ ഫങ്ഷണൽ മെഡിസിൻ കോൺഫറൻസ് ആണ് ഞാൻ ഇന്ന് ഈ പൂവാറത്തോട് വെച്ചിരിക്കുന്നത്. ചരിത്രപരമായ മാറ്റമാണ്. ഒരു ഡൽഹിയിൽ നിന്നും ബോംബെയിൽ നിന്നുമുള്ള അലോപ്പതി ഡോക്ടേഴ്സും ഹോമിയോപ്പതി ഡോക്ടേഴ്സും അതുപോലെ ആയുർവേദ ഡോക്ടേഴ്സും എല്ലാ വിവിധ മേഖലകളിൽ നിന്നുള്ള ഡോക്ടേഴ്സാണ് ഇവിടെ ഇന്ന് അറ്റൻഡ് ചെയ്യാൻ എത്തിയിട്ടുള്ളത്. അതെല്ലാം പ്രഗത്ഭരായിട്ടുള്ള ഡോക്ടർമാരാണ്. ഇന്ന് ലോകത്തിന്റെ പല ഭാഗങ്ങളും ഈ ഫങ്ഷണൽ മെഡിസിന്റെ ഡോക്ടേഴ്സിന്റെ അസോസിയേഷൻസ് പുതിയതായിട്ട് വരുന്നുണ്ട്. ഉദാഹരണത്തിന് ഞാൻ മലേഷ്യയിൽ കഴിഞ്ഞ ജൂണിൽ ഞാനൊരു ക്ലാസ് എടുക്കാൻ പോയി. അവിടെ ഏകദേശം 2000 ഡോക്ടേഴ്സ്, എല്ലാവരും തന്നെ അലോപ്പതി ഡോക്ടേഴ്സാണ്. അവർ മലേഷ്യൻ അസോസിയേഷൻ ഓഫ് ഫങ്ഷണൽ മെഡിസിൻ എന്ന് പറഞ്ഞൊരു അസോസിയേഷൻ അവരുണ്ടാക്കി. അവർ പ്രാക്ടീസ് ചെയ്യുകയാണ്, ഈ മൂലകാരണം കണ്ടെത്തി. അപ്പോൾ ഇവരുടെ പ്രാക്ടീസിലുള്ള മെഡിസിൻ എന്ന് പറയുമ്പോൾ ട്രഡീഷണൽ മെഡിസിന് പകരം ആന്റിബയോട്ടിക്കും അല്ലെങ്കിൽ പെയിൻ കില്ലറുകളും ഉപയോഗിക്കുന്നതിന് പകരം നാച്ചുറൽ ആയിട്ടുള്ള മെഡിസിൻസ് ആണ് ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ പ്രോബയോട്ടിക്സ് എന്നൊക്കെ പറഞ്ഞ് ഡയറ്റും നാച്ചുറൽ ആയിട്ടുള്ള ഒരു ചികിത്സാ പദ്ധതിയാണ് ഈ ഫങ്ഷണൽ മെഡിസിൻ. എനിക്ക് കുറച്ച് 2 കാര്യം ഒന്ന് അങ്ങനെ പറഞ്ഞു, എലാബറേറ്റ് ചെയ്യാമോ? അതായത് മെഡിസിൻസ് ഏതൊക്കെയാണ് ഉപയോഗിക്കുന്നത്, ഒന്നും എലാബറേറ്റ് ചെയ്യാൻ പറ്റുമോ? മെഡിസിൻസ് ഉപയോഗിക്കുന്നത് എല്ലാം പ്ലാന്റ് എക്സ്ട്രാക്ട് എന്ന് പറയും. പ്ലാന്റ് എക്സ്ട്രാക്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ അതായത് മഞ്ഞളിൽ നിന്നുള്ള എക്സ്ട്രാക്റ്റുകൾ. അപ്പൊ ഈ ഉദാഹരണത്തിന് ഈ പ്ലാന്റിനകത്ത്, അതായത് നമ്മളിപ്പം പറയും തുളസിയില എങ്ങനെയാണ് ജലദോഷത്തിനെ ഈ വൈറസിനെ കൊല്ലുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ തുളസിയിലും 100 കണക്കിന് ബാക്ടീരിയയും വൈറസും ഈ തുളസീനെ ആക്രമിക്കുന്നുണ്ട്. അപ്പൊ നാച്ചുറൽ ആയിട്ട് പ്രകൃതി അതിനകത്ത് ആന്റിബയോട്ടിക് വെച്ച് കൊടുത്തിരിക്കുകയാണ് ഈ വൈറസ്. നാച്ചുറൽ അതായത് എല്ലാ ഈ പ്ലാന്റ് സസ്യങ്ങളുടെ ഇലകളിലും അതിന്റെ തൊലിയിലെല്ലാം ഇതേപോലെ 100 കണക്കിന് ആന്റിബയോട്ടിക്കുകളുണ്ട്. കാരണം അതിന് ഒരു ഇമ്മ്യൂണിറ്റി ഉണ്ട്. അല്ലെങ്കിൽ അതിൽ ഫംഗസ് വരും, പൂപ്പല് പിടിക്കും അതിൽ, അല്ലെങ്കിൽ ഇലേനെ വന്ന് പുഴു തിന്നും, അല്ലെങ്കിൽ വന്നിട്ട് ബാക്ടീരിയയും വൈറസും രോഗങ്ങൾ ഉണ്ടാക്കും. അപ്പൊ ഇതിനെ
പ്രതിരോധിക്കാൻ വേണ്ടി നാച്ചുറൽ ആയിട്ട് തന്നെ ഈ ഇലകളിൽ 100 കണക്കിന് ആന്റിബയോട്ടിക് ഉണ്ട്. അതുകൊണ്ടാണ് ഈ എക്സ്ട്രാക്റ്റുകൾ ഉപയോഗിച്ച് നാച്ചുറൽ ആയിട്ടുള്ള ഈ മെഡിസിൻസും അതിന് ന്യൂട്രാസ്യൂട്ടിക്കൽസ് എന്നാണ് പറയുന്നത്. അത് ഭയങ്കര ഒരു വളരെ ചാൻസ് ഉള്ള ഒരു ഏരിയ ആണ് ന്യൂട്രാസ്യൂട്ടിക്കൽസ്. പിന്നെ പ്രോബയോട്ടിക് എന്ന് പറയും, നല്ല ബാക്ടീരിയകളെ യൂസ് ചെയ്യുന്നുണ്ട്. പ്രോബയോട്ടിക്സും ഹെർബൽ എക്സ്ട്രാക്റ്റും ഡയറ്റും കൂടെ കോമ്പിനേഷൻ ചെയ്തിട്ടുള്ള ഒരു ചികിത്സാ പദ്ധതിയാണ് ഫങ്ഷണൽ മെഡിസിൻ. ഓക്കെ, അപ്പൊ നമുക്ക് ഡയറ്റിന്റെ ഭാഗമാണ്. ഡയറ്റും എക്സസൈസ് വരുന്നുണ്ടോ? എക്സസൈസ് അത്രയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല, എക്സസൈസ് കൊടുക്കുന്നില്ല. ഡയറ്റ് ആണ് പ്രധാന. ഡയറ്റ് പ്ലസ് നാച്ചുറൽ മെഡിസിൻ. നാച്ചുറൽ മെഡിസിൻ. ഇനി നമുക്ക് അതിന്റെ ഒരു ഫിനാൻഷ്യൽ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, എങ്ങനെ ഒത്തിരി സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുന്നതാണോ? ഇത് ഫങ്ഷൻ മെഡിസിൻ വളരെ എക്സ്പെൻസീവ് ആയിരുന്നു. എക്സ്പെൻസീവ് എന്ന് പറഞ്ഞാൽ കാരണം ഈ ഇതിന്റെ ഡോക്ടേഴ്സ് മൊത്തം അമേരിക്കയിലുള്ള അലോപ്പതി ഡോക്ടേഴ്സ് ആണ് കണ്ടെത്തിയത്. അപ്പം ഈ ഒരു കഴിഞ്ഞ 3 വർഷം മുമ്പ് വരെ ഈ മരുന്ന് മൊത്തം അമേരിക്കയിൽ നിന്ന് വരുമ്പോൾ ഭയങ്കര എക്സ്പെൻസീവ് ആയിരുന്നു. പണക്കാർക്ക് മാത്രം അഫോർഡബിൾ ആയിരുന്നു. ഒരു 1 lakh rupees ഒക്കെ എക്സ്പെൻസ് ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 1 lakh രൂപ വരുന്നു. പക്ഷേ ഇപ്പൊ ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ, ഞാൻ കർണാടകയിൽ തന്നെ കാർവാറിൽ ഞാൻ സ്വന്തം മാനുഫാക്ചറിംഗ് യൂണിറ്റ് ഇട്ട് ഫങ്ഷണൽ മെഡിസിന്റെ മെഡിസിൻസ് എല്ലാം ഞാൻ അവിടെ മാനുഫാക്ചർ ചെയ്യാൻ വന്നതോടെ പേഷ്യൻസിന് ഒരു ഈ 1 lakh എന്നുള്ളത് ഒരു വിസിറ്റിൽ ഒരു 1000 രൂപയിലേക്ക് ഒരു വിസിറ്റിന് കുറയ്ക്കാൻ. അപ്പൊ എല്ലാ മെഡിസിൻസും അതുകൊണ്ടാണ് ഞാൻ തന്നെ മാനുഫാക്ചർ ചെയ്യാൻ സാധിക്കും. ഫാക്ടറി ഉണ്ട് കാർവാറിൽ. നമ്മുടെ അർജുൻ മണ്ണിടിഞ്ഞ് വീണ സ്ഥലമുണ്ട്, അങ്കോളം ആണ് എന്റെ. അവിടെ 3 കിലോമീറ്റർ ദൂരെയാണ് നമ്മുടെ ഫാക്ടറി ഉള്ളത്. എക്സ്പോർട്ട് ഇപ്പൊ 2 കൺട്രീസിലേക്ക് ഞാൻ എക്സ്പോർട്ട് ചെയ്യാൻ ലൈസൻസ് കിട്ടി. ദുബായിലേക്കും മൗറീഷ്യസിലേക്കും 2 രാജ്യത്തിലേക്കാണ് ഇപ്പൊ എക്സ്പോർട്ട് ചെയ്യാൻ കിട്ടി. ഇപ്പൊ മിക്കവാറും എനിക്ക് ആഫ്രിക്കയിലേക്ക് മൊത്തം ഒരു അതായത് ആഫ്രിക്കയിലെ മേജർ ആയിട്ടുള്ള ഇതിന്റെ ഒരു ഫാർമ ഡീലർ ഉണ്ട്, ഒരു മർവാടിയാണ്, ഗുജറാത്തിയാണ്. അദ്ദേഹം എന്റെ ഒരു മെഡിസിൻ കഴിച്ച് അദ്ദേഹത്തിന്റെ വയറ്റിലെ അസുഖം കുറഞ്ഞതുകൊണ്ട് അദ്ദേഹം കംപ്ലീറ്റ് ആഫ്രിക്കയിലേക്ക് ഇപ്പം അതിന്റെ ഡീലർഷിപ്പ് എടുക്കാൻ വേണ്ടിയുള്ള ഇത് നടത്തുന്നുണ്ട്. അപ്പൊ നമുക്കൊന്ന് ഫങ്ഷണൽ മെഡിസിനെ ഒന്നുകൂടെ ചിന്തിക്കുകയാണെങ്കിൽ എല്ലാ സിസ്റ്റത്തിന്റെയും നന്മകൾ അല്ലെ, എല്ലാ സിസ്റ്റത്തിനും ഒത്തിരി കുറവുകളുണ്ട്, ഒത്തിരി നന്മകളുണ്ട്. അപ്പൊ നന്മകളെ മാത്രം, എല്ലാ സിസ്റ്റത്തിന്റെയും നന്മകളെ മാത്രം നമ്മൾ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് മനുഷ്യ നന്മയ്ക്കായി ആരോഗ്യപരമായ എന്താ ഒരു ആത്മ അല്ലെ, പൂർണ്ണ ആരോഗ്യം നൽകുന്നതിനുള്ള ഒരു സിസ്റ്റം എന്ന് പറയാം അല്ലെ, സിസ്റ്റമാണ്. അതെ അതെ, ഇത് വളരെ 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 അധികമായിട്ട് എനിക്ക് തോന്നുന്നു കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ സ്കോപ്പുള്ള ഒരു ഏരിയ ആണ്. കാരണം ഉദാഹരണം ഞാൻ പറയാം, കേരളത്തിലെ കോവിഡിന് മുമ്പ് കേരളത്തിലേക്ക് വന്ന അതായത് ടൂറിസ്റ്റുകൾ കൊണ്ടുവന്ന റവന്യൂ 5 ബില്യൺ ആയിരുന്നു. 5 ബില്യൺ എന്ന് പറഞ്ഞാൽ 35,000 കോടിയായിരുന്നു. ഈ 35,000 കോടിയിൽ ഏകദേശം 20,000 കോടി ആയുർവേദ സെഗ്മെന്റ്, ആയുർവേദ ടൂറിസം, അതായത് ആയുർവേദ ട്രീറ്റ്മെന്റ് എടുക്കാൻ വന്ന അവരാണ്. അവിടെ ലോങ് ടൈം സ്റ്റേ ആയിരുന്നു. അപ്പോൾ ഒന്ന് ആലോചിക്കുക, കേരളത്തിൽ ഒരു തൊഴിലവസരങ്ങളും കുറഞ്ഞുകൊണ്ട് ഈ കൃഷികളെല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ഈ ഒരു സിസ്റ്റത്തിനെ ഇവിടെ നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള വളരെ അതായത് മിഡിൽ ക്ലാസ്സും അപ്പർ ക്ലാസ്സും ഉള്ള ആൾക്കാരെ നമുക്ക് ഇവിടെ എത്തിക്കാൻ പറ്റുകയും നമ്മുടെ ഇക്കോണമിയിൽ തന്നെ അത് ട്രാൻസ്ഫോം ചെയ്യാനും സാധിക്കുമെന്നാണ് ഞാൻ. എല്ലാ വിധത്തിലും നമുക്ക് എന്താ പറയാ, ആരോഗ്യ മേഖലയിലും അതുപോലെ സാമ്പത്തിക മേഖലയിലും വിപ്ലവകരമായ മാറ്റം വരുത്താൻ സാധിക്കുന്ന ഒരു ഉദാഹരണത്തിന് ഇപ്പം നമ്മൾ പറയുകയാണെങ്കിൽ എക്സാമ്പിൾ, തിരുവമ്പാടി പഞ്ചായത്തിൽ മൊത്തം ഏകദേശം 7,000 ഏക്കർ കൃഷി സ്ഥലമുണ്ട്. 15,000 ഏക്കറിന്റെ 35-40% ഫോറസ്റ്റ് ആണ്. അപ്പൊ 8,000 ഏക്കർ ഭൂമി ആണ് പ്രൈവറ്റ് ആയിട്ടുള്ളത്. അതിലൊരു 4,000 ഏക്കർ കൃഷിയുള്ളത് കൂട്ടിക്കോ. അപ്പൊ ഈ എൻറ്റയർ പഞ്ചായത്തിൽ നിന്ന് ഉണ്ടാക്കുന്ന ഇൻകം എന്ന് പറയുന്നത് മാക്സിമം ഒരു 15-20 കോടി. ഞാൻ ഫങ്ഷണൽ മെഡിസിന്റെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട്, ഞാൻ മൗറീഷ്യസിൽ എനിക്ക് ഒരു ഓഫീസ് ഉണ്ടായിരുന്നു, ഞാൻ അവിടെ ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ട്. അപ്പോൾ മൗറീഷ്യസിൽ ഷാങ്ക്രീല എന്ന് പറഞ്ഞ ഒരു ഫങ്ഷണൽ മെഡിസിന്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. ഈ ഫങ്ഷണൽ മെഡിസിന്റെ അവരവിടെ ഞാൻ ചിലപ്പോൾ 300 ക്ലയൻസ് ആണ് അവിടെ ട്രീറ്റ്മെന്റ് എടുക്കുന്നത്. മുഴുവൻ യൂറോപ്യൻസും അറബികളുമാണ്. ഒരു ദിവസം 1 ലക്ഷം രൂപയാണ് ഒരാൾക്ക് ചാർജ് ചെയ്യുന്നത്. അപ്പം 3 കോടി ഒരു ദിവസം കളക്ഷൻ. അപ്പൊ അപ്പൊ ഏകദേശം 750 മുതൽ 1000 കോടിയാണ് ഒരു വർഷത്തെ 25 ഏക്കറിൽ എന്നുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ. അത് ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിന് വിപ്ലവകരമായിട്ടുള്ള മാറ്റം, കേരളത്തിനെ ഒരു ഇക്കോണമി വർദ്ധിപ്പിക്കണമെങ്കിൽ ഈ മെഡിക്കൽ ടൂറിസമാണ് ഏറ്റവും നല്ല ഒരു ഉപാധി. അപ്പൊ ഈ മെഡിക്കൽ ടൂറിസം എന്ന് പറയുമ്പോൾ ഈ ഫങ്ഷണൽ മെഡിസിൻ എന്ന് പറഞ്ഞ് ആൾക്കാർ ഇന്ന് വളരെയധികം സെർച്ച് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ഇതിലൊരു വിപ്ലവകരമായ മാറ്റം വരാനുള്ള കാരണം ഒരു 10 വർഷമായിട്ട് ശാസ്ത്രജ്ഞന്മാർക്ക് കണ്ടെത്തിയ ഒരു സൂക്ഷ്മജീവി, അതായത് ബാക്ടീരിയ, ഗട്ട് എന്ന് പറയും. നമ്മുടെ ചെറുകുടലും വൻകുടലും അടങ്ങുന്ന ഡൈജസ്റ്റീവ് ട്രാക്ട്. അപ്പൊ മുൻപ് വരെ ജനങ്ങളുടെ ചിന്ത ഗട്ട് എന്ന് പറയുന്നത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം വേസ്റ്റ് ആയിനെ പുറത്തോട്ട് തള്ളാൻ പറ്റുന്ന ഒരു അവയവമായിട്ടായിരുന്നു ഈ ഡൈജസ്റ്റീവ് ട്രാക്റ്റിനെ കണക്കാക്കുന്നത്. പക്ഷെ ഇന്ന് ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തിയത് അവിടെ ജീവിക്കുന്ന സൂക്ഷ്മജീവികൾ, അതായത് മനുഷ്യന്റെ ശരീരത്ത്, നമ്മുടെ ശരീരത്തിൽ 100 ട്രില്യൺ കോശങ്ങളുണ്ട്. ഈ 100 ട്രില്യൺ മനുഷ്യ കോശങ്ങൾ 30 ട്രില്യനും 70 ട്രില്യൺ ബാക്ടീരിയ കോശങ്ങളാണ്. ഈ ബാക്ടീരിയകൾ മൊത്തം ചെറുകുടലും വൻകുടലുമാണ് കാണപ്പെടുന്നത്. അപ്പൊ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിനെ ദഹിപ്പിക്കുന്നതും പല വൈറ്റമിൻസ് ഉൽപ്പാദിപ്പിക്കുന്നതും
പാല് തൈരാകുന്ന പോലെ. ഉദാഹരണത്തിന് പാലിലേക്ക് നമ്മൾ ഒഴിച്ച് വെച്ച് കഴിഞ്ഞാൽ, ഉറന്ന് പറഞ്ഞാൽ ബാക്ടീരിയനെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ പാല് തൈരാകും. ഈ നല്ല ബാക്ടീരിയ ഇട്ടില്ലേ ഇതേ പാല് കേടായി പോകും. അതാണ്. അപ്പൊ അതേപോലെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നല്ല ബാക്ടീരിയ ഉണ്ടെങ്കിൽ അത് പോഷകമായിട്ട് മാറും. ചള്ള് ബാക്ടീരിയ ഉണ്ടെങ്കിൽ പാല് കേടാകുന്നത് പോലെ നമ്മൾ കഴിച്ച ഭക്ഷണവും തൈ മാറും, ഡാമേജ് ആയി പോകും. അതാണ് പല ചർമ്മരോഗങ്ങൾക്കൊക്കെ കാരണം വരുന്നത്. അപ്പൊ ഈ ഗട്ടിന്റെ ഒരു നിങ്ങൾക്ക് വിശ്വസിക്കാൻ പോലും സാധിക്കത്തില്ല. പ്രോബയോട്ടിക് ഈ ഗട്ട് ഹെൽത്ത് എന്ന് പറഞ്ഞാൽ 300 ബില്യൺ മാർക്കറ്റാണ്. 300 ബില്യൺ മാർക്കറ്റാണ് ഗട്ട് ഹെൽത്ത് എന്ന് പറഞ്ഞിട്ടുള്ള മാർക്കറ്റ്. ഉദാഹരണത്തിന് ആയുഷ് എന്ന് പറയുന്നത് ആയുർവേദ, യോഗ, സിദ്ധ, ഹോമിയോപ്പതി, ഇത് മൊത്തം ഇന്ത്യയിൽ 25 ബില്യണേ ഉള്ളൂ. അപ്പൊ ഈ ഗട്ട് ഹെൽത്തിനെ കുറിച്ച് ആൾക്കാർ സെർച്ച് ചെയ്യുകയാണ് എവിടെ പോയി അഡ്മിറ്റ് ആകുന്നുള്ളത്. ലോകം മൊത്തം ഉറ്റുനോക്കുന്ന ഒരു ചികിത്സാ പദ്ധതിയാണ് ഗട്ട് ഹെൽത്ത് എന്ന് പറയുന്നത്. അപ്പം ഈ ഗട്ടിനെ കുറിച്ച് നമുക്ക് പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒരു ലക്ഷ്യം. അതുകൊണ്ടാണ് ഞാൻ ആദ്യമായിട്ട് കേരളത്തിൽ ഈ ഫംഗ്ഷൻ മെഡിസിന്റെ ഒരു കോൺഫറൻസ് എനിക്ക് ഇവിടെ പൂവാറന്തോട് എന്ന് പറയുന്നത് എന്റെ ജന്മസ്ഥലം, ആ സ്വന്തം നാട്ടിൽ തന്നെ എനിക്ക് അത് എന്റെ ജീവിതത്തിലെ ഏറ്റവും ഒരു സന്തോഷകരമായ. അല്ല, എനിക്ക് തോന്നുന്നത് ഒരു പ്രവാചക ദൗത്യം പോലാണ് ചെയ്യുന്നതെന്ന് തോന്നുന്നു. കാരണം പക്ഷേ ഒരു പുതിയ ആശയത്തെ അതിന്റെ എല്ലാ നന്മകളോടും കൂടി നമ്മുടെ നാട്ടില് അന്ന് അതും അങ്ങ് സ്വന്തം നാടകം മറന്നില്ല. ഉണ്ടായിരുന്നു. കർണാടകയാണ് ഞാനിപ്പോ 20 വർഷമായിട്ട് സെറ്റിൽഡ് ആണ്. കർണാടകയിൽ എനിക്കൊരു ഗവൺമെന്റ് നമ്മുടെ ഒരു 100 ബെഡുള്ള ഹോസ്പിറ്റല് ചെറിയ ലീസ് എന്ന് പറഞ്ഞാൽ തുച്ഛമായിട്ടുള്ള ലീസിന് 25 വർഷത്തേക്ക് എനിക്ക് നടത്താൻ വിട്ടു തന്നിട്ടുണ്ട്. 20 ഏക്കർ ക്യാമ്പസും ഉണ്ട്. അത് കർണാടക ഗവൺമെന്റ് അവിടുത്തെ ഒരു മന്ത്രിയുടെയും അവിടുത്തെ ഒരു സ്വാമിജിയുടെയും ചില വയറ്റിലെ പ്രശ്നങ്ങൾ, ഈ ഗട്ടിന്റെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അത് ഞാൻ ട്രീറ്റ് ചെയ്തപ്പോൾ ആണ് അവർ പറഞ്ഞു ഡോക്ടറെ എടുത്തോളം പറഞ്ഞു. അപ്പൊ ഈ കർണാടകയിൽ ചെന്ന ഗവൺമെന്റ് ഫുൾ സപ്പോർട്ട് തരുന്നുണ്ട്. ഞാൻ ഇവിടെ വന്ന് ഈ റിസ്ക് എടുക്കാൻ കാരണം നമ്മുടെ നാട്ടിൽ ഇതൊരു നല്ലൊരു കോപ്പറേഷൻ ആക്കി ഫ്യൂച്ചറിന് നമുക്കൊരു നമ്മുടെ രാജ്യത്തിനും അല്ലെങ്കിൽ നമ്മുടെ കോൺട്രിബ്യൂഷൻ കൊടുക്കാൻ സാധിക്കുമെന്നുള്ളത് കൊണ്ടാണ് ഞാൻ പ്രധാനമായിട്ട് ഇവിടെ വെച്ചിട്ട് ഈ പ്രോഗ്രാം നടത്താൻ വേണ്ടി. പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്, പൂവാറന്തോടിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എയർപോർട്ട് 35 കിലോമീറ്റർ ഉള്ളൂ, 40 കിലോമീറ്റർ ഉള്ളൂ. ആക്സസ് വളരെ 1.25 മണിക്കൂർ കൊണ്ട് എയർപോർട്ടിൽ നിന്ന് എത്താൻ. ഇപ്പൊ നമ്മൾ ബാംഗ്ലൂർ സിറ്റി ഫ്ലൈറ്റ് ഇറങ്ങിയിട്ട് സിറ്റിയുടെ നടുവിലോട്ട് വരാൻ 2 മണിക്കൂർ വേണം. ബോംബെ നിന്ന് ഒരു സ്ഥലത്തേക്ക് 3 മണിക്കൂർ. ഞാൻ ഈ മറ്റേ ഡോക്ടേഴ്സ് ഡൽഹിയിൽ നിന്നൊക്കെ വിളിക്കുമ്പോൾ എത്ര ദൂരം ഉണ്ട്, എത്ര സമയം എടുക്കുമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു 1 മണിക്കൂർ 1.25 മണിക്കൂർ കൊണ്ട് എയർപോർട്ടിൽ നിന്ന് എത്തുന്നു പറയുമ്പോഴേക്ക് അവർക്ക് വളരെ ഒരു പ്രശ്നമില്ല. അപ്പൊ എനിക്ക് തോന്നുന്നു ഇത് വളരെ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഈ എയർപോർട്ട് ഇവിടെ അടുത്തുള്ളത്. നമുക്കപ്പോൾ ഒരു ഇന്റർനാഷണൽ ക്ലയൻസിനെയും ഡൊമസ്റ്റിക് ക്ലയൻസിനെ ഇവിടെ എത്തിക്കാൻ വേണ്ടിയുള്ള നല്ലൊരു ഓപ്പർച്യൂണിറ്റി കൂടെ ഞാനിവിടെ കാണുന്നുണ്ട്. ഡോക്ടർ ഷംസുദ്ദീൻ, മെഡിക്കൽ ഡയറക്ടർ, മർക്കസ് നോളജ് സിറ്റിയിലെ മെഹ്റാസ് ഹോസ്പിറ്റലിൽ. ഞാൻ ഡോക്ടർ പ്രവീണിനായിട്ട് ഒരുപാട് വർഷങ്ങളായിട്ട് പരിചയമുണ്ട്. പ്രവീൺ ഇങ്ങനെ ഒരു ഫങ്ഷണൽ മെഡിസിൻ ഒരു CME ഇവിടെ ജാതിക റിസോർട്ടിൽ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇന്ന് വരാൻ പറ്റില്ല, ഇന്ന് സൺഡേ ആയതുകൊണ്ട് വേറെ കുറേ ഫങ്ഷനുണ്ട്. അതിൻ്റെ ഇടയിലൊന്ന് വന്നതാണ്. വന്നു കഴിഞ്ഞപ്പോൾ വെൽ അറേഞ്ച് 45ഓളം ഡോക്ടേഴ്സ് പല സ്ട്രീമുകളാണ് വന്നിട്ടുണ്ട്. നല്ല ഫാക്കൽറ്റീസ്, ഗുഡ് ആംബിയൻസ്, ഒരു പുതിയ ആശയങ്ങളെ ഒരു മെഡിക്കൽ ടോപ്പിക്കുകളെ വളരെ ഇഫക്റ്റീവായിട്ട് അവിടെ ഡിസ്കസ് ചെയ്തു. അതിൽ എല്ലാവർക്കും മനസ്സിലാവുന്ന വിധത്തിലുള്ള സിംപ്ലിഫൈ ചെയ്തിട്ട് അല്ലേ, കൊള്ളാം. ഇനിയും ഇങ്ങനെയുള്ള CMEകൾ ഉണ്ടാവട്ടെ, ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടി ഉണ്ടാവട്ടെ. ഡോക്ടർ പ്രവീൺ എന്ന് പറഞ്ഞത് ഞങ്ങളിലെ നമ്മളൊരു 10-20 വർഷമുണ്ട്. ഒരു പക്ഷേ ലൈഫിൽ ഞങ്ങളൊക്കെ ഒരു തുടക്കത്തിന്റെ കാലത്ത് സന്തോഷ് ഡോക്ടർ എന്നെ ആദ്യമായിട്ട് മോട്ടിവേറ്റ് ചെയ്യുന്നത് ഞാൻ റോട്ടറി ക്ലാസ് എടുക്കാൻ വന്നപ്പോഴാണ്. സന്തോഷ് ഡോക്ടറാണ്. അല്ല, അത് കാരണം അറിയാം പ്രവീൺ, അന്ന് അറിയാം നിങ്ങളൊരു എനർജി ഉണ്ട്. ആ എനർജി എന്നുള്ളത് നമ്മുടെ സമൂഹം നന്മയാക്കി മാറ്റാനുള്ള ഒരു എന്താ പറയുക ഒരു അതിനോട് ഭയങ്കര താല്പര്യം അങ്ങേക്കുണ്ട്. അതാണ് ഇന്ന് ഇത് എന്താ പറയുക ഒരു വലിയൊരു പ്രസ്ഥാനത്തിന്. എനിക്കറിയാം നമ്മൾ ഇവിടെ പ്രവീൺ ഈ നാട്ടിലൊക്കെ പ്രവീണത്ര പരിചയമൊന്നും ഇല്ലെങ്കിലും പ്രവീൺ ഒരു പക്ഷേ ലോകത്തെല്ലാം അറിയപ്പെടുന്ന വലിയൊരു എന്താ പറയുക ഒരു മോട്ടിവേറ്റ് സ്പീക്കർ മാത്രമല്ല, ഒത്തിരി നല്ല കാര്യങ്ങൾ പഠിപ്പിക്കുന്ന നാച്ചുറോപ്പത്തി ഡോക്ടറാണ്. അതോടൊപ്പം ഇപ്പം ഫങ്ഷണൽ മെഡിസിനെ ഒരു പക്ഷേ ലോകത്ത് തന്നെ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ പരിചയപ്പെടുത്തുന്ന ഒരു നല്ല വ്യക്തിത്വമാണ്. അപ്പോൾ എന്താ പറയുക അങ്ങയുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഞങ്ങളുടെ എല്ലാ സന്തോഷവും സപ്പോർട്ടും ഉണ്ട്. എല്ലാ വിജയം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു, ആഗ്രഹിക്കുന്നു. ഓക്കെ താങ്ക് യു. ഫങ്ഷണൽ മെഡിസിനെ കുറിച്ചും ഡോക്ടർ പ്രവീണിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും കൂടുതൽ അറിയാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടി അദ്ദേഹത്തിന്റെ യൂട്യൂബ് ചാനലിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യുന്നുണ്ട്. കൂടുതൽ അറിയുക, പഠിക്കുക വരും തലമുറയുടെ ചികിത്സാ സമ്പ്രദായത്തെക്കുറിച്ച്. ബൈ.